നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ BVMC വിദ്യാർത്ഥിയായിരുന്ന സിദ്ധുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സിദ്ധാർത്ഥ് എന്ന സിദ്ധുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങളും ആരോപണങ്ങളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. കുറച്ചുപേരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുമുണ്ട്. അറസ്റ്റ് ചെയ്തവരിൽ 4 പേർ മാത്രം SFIക്കാരാണെന്നും ബാക്കിയുള്ളവരെല്ലാം മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരാണെന്നും ഒക്കെയാണ് SFI ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. യഥാർത്ഥത്തിൽ ആ ക്യാമ്പസിൽ SFI അല്ലാതെ മറ്റൊരു വിദ്യാർത്ഥി പ്രസ്ഥാനവും പ്രവർത്തിക്കുന്നുമില്ല. ചിലരെയൊക്കെ കൊണ്ടുവന്ന് ചില വിദ്യാർത്ഥികളെയൊക്കെ കൊണ്ടുവന്ന് നിങ്ങൾ MSFകാരാണെന്ന് വരുത്തി തീർക്കാനും പറയാനും ഒക്കെയുള്ള ശ്രമം ഉണ്ടായെങ്കിലും അതെല്ലാം MSFകാർ അപ്പോൾ തന്നെ കൃത്യമായി തന്നെ തങ്ങൾക്ക് ഈ വിദ്യാർത്ഥിയുമായി ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഈ പരാതിക്കാരിയായ പെൺകുട്ടിയെ കുറിച്ചാണ്. പരാതിക്കാരിയായ പെൺകുട്ടി മറ്റ് ഗുണ്ടാസംഘങ്ങളുടെ ഒരു കയ്യാളായിരുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഈ ഗുണ്ടാസംഘങ്ങളുമായി വളരെ അടുത്ത് ബന്ധമുള്ള ആളാണ് പരാതിക്കാരിയായി വരുന്നത്. ഈ പരാതിക്കാരി ഒരു പോലീസുകാരിയുടെ മകളാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഈ കുട്ടിയെ ഏതോ മലമുകളിലേക്ക് എത്തിക്കുകയും അവിടെ വെച്ച് സിദ്ധുവിനെ ആക്രമിക്കുകയും ചെയ്തു എന്ന തരത്തിലുള്ള ആരോപണങ്ങളുണ്ട്. ക്യാമ്പസിൽ നിന്ന് കിട്ടിയ മർദ്ദനത്തെക്കാൾ ഉപരി പുറത്തുനിന്ന് മർദ്ദനം ഏറ്റിട്ടുണ്ട് എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. വീട്ടിലേക്ക് പോകുന്ന കുട്ടിയെ സുഹൃത്ത് വിളിച്ചു വരുത്തി കൊലയ്ക്ക് കൊടുക്കുകയായിരുന്നു എന്ന് നമുക്കറിയാം. ഈ വാദങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും ആരാണ് ഈ പോലീസുകാരി, ആരാണ് പരാതിക്കാരി എന്ന് അറിയാൻ താല്പര്യമുണ്ട് എന്ന് അവരുടെ വീട്ടുകാരടക്കമുള്ളവർ, സിദ്ധാർത്ഥന്റെ വീട്ടുകാരടക്കമുള്ളവർ പറയുന്നുണ്ട്. ഒരു പരാതി എത്ര മോശമായി ഒരാൾ പെരുമാറിയാൽ പോലും നമുക്കറിയാം ഈ രാജ്യത്ത് ബലാത്സംഗം ചെയ്യപ്പെടുന്ന പരാതികൾ പോലും നിലനിൽക്കുന്നുണ്ട്. അപ്പോഴും നീതിന്യായ വ്യവസ്ഥയുടെ ബലത്തിലാണ് മറ്റുള്ളവർ പിടിച്ചു നിൽക്കുന്നത്. അതിനു പകരം അപരിഷ്കൃതമായ ആൾക്കൂട്ട കൊലപാതകം അപരിഷ്കൃതമായ രീതിയിൽ നടപ്പാക്കുക, അടിക്കുക, 3 ദിവസം ക്യാമ്പസിലിട്ട് തള്ളുക, ക്യാമ്പസിലെ SFI വിദ്യാർത്ഥികൾ ആ കുട്ടിയെ ജീവിക്കാൻ അനുവദിക്കാത്ത രീതിയിൽ ഭക്ഷണം പോലും നൽകാതെ ക്രൂരമർദ്ദനത്തിന് ഇരയാക്കുക, ഇതൊക്കെ പ്രാകൃത സമൂഹത്തിൽ മാത്രമേ ഇത്തരത്തിലുള്ള ആചാരങ്ങളും ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളും ആൾക്കൂട്ട വിചാരണയും ഒക്കെ നടക്കുകയുള്ളൂ. അത്തരമൊരു പ്രാകൃത തലത്തിലേക്കാണ് കാര്യങ്ങൾ പോയത്. അതുമാത്രമല്ല, ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് പെൺകുട്ടി ഒരു പ്രത്യേക മതവിഭാഗത്തിലുള്ളതാണ്. ആ മതവിഭാഗത്തിലുള്ളവരാണ് ഈ സിദ്ധാർത്ഥിന്റെ പുറത്തുനിന്നുള്ള ആക്രമണത്തിന് പങ്കുവഹിച്ചത് എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നു. ഏതായാലും കേരളത്തിലെ ക്യാമ്പസുകളിൽ രാഷ്ട്രീയം, ചില ക്യാമ്പസുകളിലൊക്കെ രാഷ്ട്രീയമുണ്ട്. അതും ചില സംഘടനകൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ കേരളത്തിലെ ക്യാമ്പസുകളെ മൊത്തത്തിൽ നോക്കിയാൽ ഈ ക്യാമ്പസുകളിലൊക്കെ ചില തീവ്രവാദ സംഘടനകൾ എത്തിച്ചേർന്നിട്ടുണ്ടെന്ന നിഗമനം പോലുമുണ്ട്. നമുക്കറിയാം മഹാരാജാസ് കോളേജിൽ അഭിമന്യു കൊല്ലപ്പെട്ട സമയത്ത് ഈ തീവ്രവാദ സംഘടനകളുടെ പങ്ക് നമ്മൾ ചർച്ച ചെയ്തതാണ്. ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ വിശാൽ മരണപ്പെട്ടപ്പോഴും ഈ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇങ്ങനെ നിരവധി തവണ കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇത്തരത്തിലുള്ള ചില ഭീകരവാദ സംഘടനകളുടെ സാന്നിധ്യമുണ്ട്, അവർ വേരുറപ്പിക്കുന്നു എന്ന് നമുക്കേവർക്കും ആരെങ്കിലും പറയാതെ തന്നെ സംശയകരമായ രീതിയിൽ അല്ലെങ്കിൽ ചില കാര്യങ്ങളിലെങ്കിലും നമുക്ക് വ്യക്തത വന്നിട്ടുള്ളതുമാണ്. എങ്കിൽ പോലും എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അന്വേഷണം ഈ രീതിയിലേക്ക് പോകാത്തത് എന്നത് സംശയിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇത്തരത്തിൽ മയക്കുമരുന്നും മറ്റ് രാസലഹരിയും ഒക്കെ എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഇത്തരത്തിലുള്ള ചില തീവ്രവാദ ഭീകരവാദ സംഘടനകളുടെ സാന്നിധ്യം പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടു പോയിട്ടുണ്ട്. പല ക്യാമ്പസുകളിലും ഇപ്പോൾ ഇത്തരത്തിൽ നിരവധി കുട്ടികളെ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് ഒളിഞ്ഞും തെളിഞ്ഞും, അതായത് കൃത്യമായ രീതിയിലേക്ക് തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് ഇപ്പോൾ കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം പോപ്പുലർ ഫ്രണ്ടിനെയൊക്കെ നിരോധിച്ചതിന് ശേഷം ഇത്തരത്തിലുള്ള പ്രവണതകൾ കുറവാണ്. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ക്യാമ്പസുകളിൽ ഉണ്ടാവുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ആ അത്തരം ക്യാമ്പസുകളിലെ ഒരു ക്യാമ്പസ് തന്നെയാണ് പൂക്കോട് സർവകലാശാല. കാസർഗോഡ് ഒരു കോളേജിലെ അധ്യാപിക വളരെ കൃത്യമായി തന്നെ കുട്ടികളെ പുറത്തുനിന്നുള്ളവർ മിസ്യൂസ് ചെയ്യുന്നു, പെൺകുട്ടികളെ അടക്കമുള്ളവരെ മിസ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നൊരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഒരു അധ്യാപിക കൃത്യമായി തന്നെ ഇക്കാര്യങ്ങൾ തുറന്നു പറയുകയായിരുന്നു. അവർക്ക് പിന്നീട് സ്ഥലം മാറ്റം കിട്ടുകയൊക്കെ ചെയ്തു എന്നുള്ളത് മറ്റൊരു കാര്യം. എങ്കിൽ പോലും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ക്യാമ്പസുകളിൽ നടക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികളെ അവരും വഴിതെറ്റിപ്പോകുന്നതിന് കാരണക്കാരായ ചില ആളുകളെങ്കിലും ക്യാമ്പസുകളിലേക്ക് പുറത്തുനിന്ന് പോലും എത്തുന്നുണ്ട് എന്ന് കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പസുകളുടെ ഭീകരവാദ തീവ്രവാദ ബന്ധങ്ങളെക്കുറിച്ചും അന്വേഷിക്കേണ്ടതുണ്ട്. ഇത്തരം ക്യാമ്പസുകളിൽ ഭീകരവാദ തീവ്രവാദ ബന്ധങ്ങളിലേക്ക് വഴിതെളിക്കുന്ന സത്യത്തിൽ ഇടതുപക്ഷം ആണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇടതുപക്ഷം പുലർത്തുന്ന മതപ്രീണന നയങ്ങൾ ഈ തീവ്രവാദികൾക്ക് വലിയ താവളമായി മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. തീവ്രവാദികൾക്ക് നേരിട്ട് നമ്മളെ ഉപദ്രവിക്കാനും മറ്റുള്ളവരെ, അതായത് ഏതെങ്കിലും ഒരു തരത്തിൽ നമ്മൾ നമ്മുടെ മതവിശ്വാസത്തെ പ്രകടമാക്കിയാൽ പോലും, ഒരുപക്ഷെ ആറ്റുകാൽ പൊങ്കാലയുടെ ചിത്രമിട്ടപ്പോൾ പോലും ചിപ്പിയുടെയും ആനിയുടെയും ഒക്കെ പേജിൽ നമ്മൾ കണ്ടതാണ് ഏത് തരത്തിലാണ്. അത് മാത്രമല്ല, MLA ആയിരുന്ന ശബരിനാഥിന്റെ കളക്ടറായ ഭാര്യ
അവർ ഇതുപോലെ തന്നെ പൊങ്കാലയിട്ടത്, ദിവ്യ എസ് അയ്യരെ പൊങ്കാലയിട്ടത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ സ്വന്തം മതവിശ്വാസം പോലും ഒരാൾക്ക് പ്രകടിപ്പിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കേരളത്തിന്റെ മനസാക്ഷിയെ, കേരളത്തിന്റെ മാനസികാവസ്ഥയെ രൂപപ്പെടുത്തിയതിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് പങ്കുണ്ട്. ഇത്തരം തീവ്രവാദ സംഘങ്ങൾക്ക് വെള്ളവും വളവും ഇട്ടുമെന്ന് നൽകുന്നത് ഇത്തരം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്, അത് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ക്യാമ്പസുകളിലെ തീവ്രവാദ പ്രസ്ഥാനങ്ങളെ കുറിച്ച് കൂടി അന്വേഷിക്കേണ്ടതുണ്ട്. അത്തരം തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ക്യാമ്പസുകളിൽ വേരൂന്നിയിട്ടുണ്ടോ എന്ന സംശയം പോലും ബലപ്പെടുമ്പോൾ തീർച്ചയായും NIA പോലുള്ള സംഘടനകൾ അതിൽ കൃത്യമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പറയാനുള്ളത്.